ഒടുവിൽ വോട്ട് ചോരി വിവാദത്തിൽ മൗനം വെടിഞ്ഞിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ചില വാനരന്മാർ ഉന്നയിച്ച ആരോപണത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം. താൻ ഒരു മന്ത്രിയാണ്, ആ ഉത്തരവാദിത്തം വളരെ കൃത്യമായി നിർവഹിക്കുന്നുണ്ട് എന്നും സുരേഷ് ഗോപി പറഞ്ഞു. എന്നാൽ തൃശൂർ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം പ്രതികരിച്ചില്ല. തൃശൂരിലെ വോട്ടുചോരി വിവാദം, ജാർഖണ്ഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ്, ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ, താരസംഘടന അമ്മയിലെ തെരഞ്ഞെടുപ്പ്. സുരേഷ് ഗോപിയിൽ നിന്ന് ഉത്തരങ്ങൾ പ്രതീക്ഷിച്ചത് നിരവധി ചോദ്യങ്ങൾക്കാണ്. പക്ഷേ ദിവസങ്ങളോളം മൗനം പാലിച്ച കേന്ദ്രമന്ത്രി ഇന്നാണ് ചുരുങ്ങിയ വാക്കുകളിൽ പ്രതികരിക്കാൻ തയ്യാറായത്. എല്ലാ വിഷയങ്ങൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയും, താൻ മറുപടി പറയില്ല. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സുപ്രീം കോടതിയെ സമീപിക്കാനും കോടതിയോടാണ് ചോദ്യം ചോദിക്കേണ്ടത് എന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. തനിക്കെതിരായ ആരോപണങ്ങൾ ചില വാനരന്മാരാണ് ഉന്നയിക്കുന്നത് എന്നും സുരേഷ് ഗോപി പരിഹസിച്ചു. മറുപടി പറയേണ്ടവരെന്ന് മറുപടി പറയും. ചോദ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അവരോട് ചോദിച്ചോളൂ. ഇല്ലെങ്കിൽ പിന്നെ അവരത് സുപ്രീം കോടതിയിൽ എത്തിക്കുമ്പോൾ സുപ്രീം കോടതിയോട് നിങ്ങൾ പോയി ചോദിച്ചാൽ മതി. ഇവിടുന്ന് കുറച്ച് വാനരന്മാർ ഇറങ്ങിയല്ലോ ഓരോ ഉന്നയിക്കലുമായിട്ട്, അവരൊക്കെ അങ്ങോട്ട് പോകാൻ പറ. എന്നാൽ സുരേഷ് ഗോപിയുടെ മറുപടിയോടെ പ്രതികരണവുമായി തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് രംഗത്തു വന്നു. സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് പുറത്തുവന്നത് സത്യങ്ങളാണ്. പത്രം വായിക്കുകയോ TV കാണുകയോ ചെയ്തിരുന്നെങ്കിൽ കേന്ദ്രമന്ത്രി ഇങ്ങനെ പ്രതികരിക്കില്ല. കണ്ണാടിയിൽ നോക്കി ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ സുരേഷ് ഗോപി തൃശൂരിലെ വോട്ടർമാരെ അപമാനിക്കുകയാണെന്നും DCC അധ്യക്ഷൻ പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തിനോട് ഞങ്ങളുടെ MP എന്ന നിലയിൽ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇനിയെങ്കിലും കാര്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ കണ്ണാടിയിൽ നോക്കാതെ, TV-യിൽ വരുന്ന വാർത്തയാണെങ്കിൽ TV-യുടെ മോണിറ്ററോ പത്രങ്ങളിലാണെങ്കിൽ പത്രം വായിച്ചിട്ടോ മറുപടി പറയാൻ ബഹുമാന്യനായ MP തയ്യാറാകണം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാത്രമല്ല തൃശ്ശൂരിലെ മുഴുവൻ ജനങ്ങൾക്കും അപമാനമാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദർശനവും ചില വിവാഹ ചടങ്ങുകളിലും പങ്കെടുത്ത ശേഷമാണ് സുരേഷ് ഗോപി നഗരത്തിലെത്തിയത്. ശക്തൻ റൗണ്ടിലെ ശക്തൻ തമ്പുരാൻ പ്രതിമയിൽ ഹാരാർപ്പണം നടത്തിയ കേന്ദ്രമന്ത്രി ഒരു സ്വകാര്യ ചടങ്ങിൽ കൂടി പങ്കെടുത്ത ശേഷം തൃശൂരിൽ നിന്നും മടങ്ങി. ന്യൂസ് മലയാളം, തൃശൂർ.